ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊരു സ്ക്രബ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കേട്ട ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് ആ വീഡിയോ എന്ന് പറയാം. അതായത് നമുക്ക് സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. മുൾട്ടാണി മിൽട്ടി ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. 2 ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. 2 ടേബിൾ സ്പൂൺ എടുക്കുക. അതിൽ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ചന്ദനം അതുപോലെ തന്നെ എടുക്കുക. തക്കാളിയുടെ പൾപ്പ് ഒരു 2 തക്കാളിയുടെ പൾപ്പ് എടുക്കുക. ഇത് ഇത്രയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ ഇട്ടേക്കുക. ആഴ്ചയിൽ 2 ദിവസം ഇതുപോലെ ചെയ്യുക. അപ്പം നമ്മൾ ആ സ്കിന്ന് ഒരുപാട് നല്ല ഗ്ലേസിങ് കിട്ടും. പിന്നെ സ്കിന്നിൻ്റെ ആ ഒരു അഴുക്കും എല്ലാം പോകും. അതായത് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മൃതകോശങ്ങളെല്ലാം മാറി നല്ല സൂപ്പറായിട്ട് സ്കിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ സ്കിന്ന് തൂങ്ങിപ്പോകും താഴോട്ട്. ഇതെല്ലാം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കണ്ണൊഴിച്ച് ബാക്കിയുള്ള ഭാഗത്ത് ചെയ്യുക. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഒരു ക്ലെൻസിങ് മാസ്ക്, ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതായത് ഫേസ് മാസ്കാണ് പറയുന്നത്. തൈരും കയോലിനും ചേർത്ത് അതിൽ വെള്ളരിക്ക അടിച്ചതും ക്യാരറ്റും സ്ട്രോബെറിയുടെ നീരും ചേർത്ത ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ശകലം നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞതിലൊഴിച്ച ശേഷം അത് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു ബെസ്റ്റ് സംഭവമാണ്. എല്ലാവരും അത് ചെയ്തു നോക്കുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ ശ്രമിക്കുക. ഇനി ഒരു ടിപ്സ് എന്ന് പറയുന്നത് അൾസറിന് വേണ്ടിയിട്ടുള്ളൊരു ആരോഗ്യകരമായൊരു മരുന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ അൾസറില്ലാത്ത ആൾക്കാരില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ്. മിക്ക ആൾക്കാർക്കും ഉണ്ട്. അത് കുടൽപ്പുണ്ണാണ്. എങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു വലിയ ചിലവൊന്നുമില്ലാത്തൊരു ടിപ്സാണ്. എന്താണെന്ന് പറയാം. അതായത് ബീറ്റ്റൂട്ടിൻ്റെ നീര് ഒരു ഗ്ലാസ്സിലെടുത്ത ശേഷം അതിൽ അതിൻ്റെ അത്രയും പിന്നെ വേണ്ട ഒരു 5 തുള്ളി തേന് ഇട്ടിട്ട് അതിലോട്ട് 5 ഡ്രോപ്സ് തേനും കൂടി മിക്സ് ചെയ്യുക. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത ശേഷം കഴിക്കുക. ഏറ്റവും നല്ലതാണ്. അതായത് അൾസറിന് എന്ന് പറയുന്ന അസുഖത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ തണുത്ത ആഹാരങ്ങളൊക്കെ കഴിക്കുക, ചൂടുള്ള ആഹാരം കഴിക്കാതെ. അതുപോലെ തൈര് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അൾസറിന് നല്ലതാണ്. പിന്നെ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക. നാളെ പുതിയ ടിപ്സുമായിട്ട് വരും. ഇതെല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരും.